ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 6. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നെങ്കിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ഇവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെക്കുറിച്ചും എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽ നോക്കുന്നില്ല. എങ്കിലും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇത്രമാത്രം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവാശ്രയത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷം മനുഷ്യ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പാഠപുസ്തകമാണ്. നാം എങ്ങനെ ജീവിക്കണം, എപ്രകാരമായിരിക്കണം നാം വ്യാപരിക്കേണ്ടത്, നമ്മുടെ ചിന്തകൾ, മനോഭാവം, നമ്മുടെ ലക്ഷ്യം, നാം ആശ്രയിക്കേണ്ട ആശ്രയത്തിന്റെ ബലം എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആകുല വേണ്ട. ഭക്ഷണത്തെക്കുറിച്ച്, ജീവനെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച് പോലും അതിനെല്ലാം ക്രിസ്തു വ്യക്തവും ശ്രേഷ്ഠവുമായ ഉത്തരം നൽകുന്നുണ്ട്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സങ്കടം എന്തെന്നോ? ആരും നമ്മെ മനസ്സിലാക്കുന്നില്ല, നമ്മെ അംഗീകരിക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. നമ്മുടെ സങ്കടമോ വേദനയോ പറയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്നതൊക്കെയല്ലേ? നമ്മെ മറ്റുള്ളവർ വില കുറിച്ച് കാണുന്നു എന്നതും നമ്മെ ആരും വില മതിക്കുന്നില്ല എന്നതും നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, നിങ്ങളെല്ലാവരും വിലപ്പെട്ടവരാണ്. നോക്കൂ, ദൈവത്തിന് നമ്മൾ വിലയുള്ളവരാണ്. നമ്മൾ ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും നമ്മുടെ ജീവിതത്തിന്റെ വിലയെ നഷ്ടപ്പെടുത്തരുത്, സ്വർഗീയ ജീവിതത്തെ നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർപ്പെടുത്തുകയാണ്. അതിന് യേശു നൽകുന്ന ചിന്ത എത്രയോ ലളിതമാണ്. പക്ഷികളിൽ നിന്ന് പഠിക്കുവാനാ പറയുക. നോക്കൂ, നിറയെ വിളഞ്ഞു കിടക്കുന്ന വയലിൽ നിന്ന് തൻ്റെ കുഞ്ഞു ചുണ്ടിൽ ഒരു കതിര് മാത്രം കൊത്തിയെടുത്ത് ആകാശങ്ങളിലേക്ക് പറന്നു വരുന്ന ഒരു പക്ഷി. ആകുലതയോ അസ്വസ്ഥതയോ നാളത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ അതിനില്ല. ഈ നിമിഷത്തെക്കുറിച്ചുള്ള ധന്യമായ ചിന്തകൾ, ഒപ്പം ഈ വയലിലെ മുഴുവൻ കതിരുകളും ഞാൻ കൊത്തിയെടുത്തുകൊള്ളണമെന്നോ തിന്നു തീർക്കണമെന്നോ ഉള്ള വാശിയോ അഹന്തയോ ആ കുഞ്ഞു പക്ഷിക്കില്ല. മറിച്ച് ഈ നിമിഷത്തിന്റെ വിശപ്പടക്കുക മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് അസ്വസ്ഥതയോ ഉത്കണ്ഠയോ ഇല്ലാതെ കടന്നു പോകുന്നു. വയലിലെ ലില്ലി അലങ്കരിക്കുന്ന ദൈവം നിന്നെ തീർച്ചയായും സംരക്ഷിക്കും. വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവഹിതം നിറവേറ്റുക. ഈ വിശുദ്ധ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ദൈവം എത്രയോ ശ്രേഷ്ഠമായ
കൃപാവരങ്ങളാണ് ഓരോ നിമിഷവും നൽകുന്നത്. ദൈവം നൽകുന്ന നന്മകളോട് നാം ജീവിതത്തെ തുലനം ചെയ്യുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് ആർദ്രതയോടെ, സ്നേഹത്തോടെ, കരുണയോടെ ജീവിക്കാൻ കഴിയും. നാം അർഹതപ്പെട്ടതുകൊണ്ടല്ല ഈ പുണ്യഭൂമിയിൽ സ്വർഗം ഇത്രമാത്രം അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് നൽകിയത്. നാം ഒരു നേരമെങ്കിലും ഭക്ഷിക്കുന്നുവെങ്കിൽ ആ ഭക്ഷണത്തിന്റെ പിന്നിൽ തമ്പുരാന്റെ കൃപയുടെ കരമുണ്ട്, സ്നേഹമുണ്ട്, വാത്സല്യമുണ്ടെന്ന് തിരിച്ചറിയുക. ഒരു രാത്രിയെങ്കിലും നീ സ്വസ്ഥമായി ഉറങ്ങുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കാരുണ്യമായി കാണുക. നീ സമാധാനത്തോടുകൂടി ഉണരുന്നത് ദൈവകരങ്ങളിലാണ് എന്ന് ഉറപ്പായി വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകുലതപ്പെട്ടതുകൊണ്ട് ആയുസ് വർദ്ധിക്കില്ല. അതൊരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധ്യവുമല്ല എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് കൂടുതൽ ഉത്കണ്ഠതയുള്ള, ആകുലതയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആയുസ്സറ്റവരായിട്ടാണ് മാറുക. നമ്മുടെ ആയുസ്സിന്റെ ദിനങ്ങൾ കുറഞ്ഞു പോകുന്നു. നമ്മൾ വല്ലാതെ അസ്വസ്ഥരാകുമ്പോൾ ജീവിതത്തിന് ലക്ഷ്യവും മാർഗവുമൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു. ജീവിതത്തിന് അർത്ഥമില്ല എന്ന തോന്നൽ ഉണ്ടാവുകയും പലപ്പോഴും നൈരാശ്യത്തിലേക്ക് ജീവിതം കടന്നു പോവുകയും ചെയ്തേക്കാം. ഇന്നത്തെ സുവിശേഷം യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിന്റെ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന, അഥവാ സകല സൗഭാഗ്യങ്ങളും ദൈവം നൽകിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും സംതൃപ്തിയും ആനന്ദവും കണ്ടെത്താൻ കഴിയാതെ ആകുലപ്പെട്ട് അസ്വസ്ഥതപ്പെട്ട് ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന ഓരോ വ്യക്തിക്കുമുള്ള സന്ദേശം കൂടിയാണ്. നിന്റെ ഉത്കണ്ഠയെ ദൈവത്തെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് അത് താങ്ങിക്കൊള്ളും. നമ്മുടെ ജീവിത ഭാരം സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആകുലതയില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ ജീവിതയാത്ര തുടരുവാൻ കൃപാവരം നൽകണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ